ഈശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ജനുവരി 6-ാം തീയതി. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. സ്നാപക യോഹന്നാൻ ഈശോയെക്കുറിച്ച് സംസാരിക്കുകയാണ് ജ്ഞാനസ്നാന വേളയിൽ. ഇവിടെ മർക്കോസ് 1-ാം അധ്യായം 7-ാം വാക്യം വളരെ ശ്രദ്ധേയമാണ്. വാക്യം ഇങ്ങനെയാണ്: അക്കാലത്ത് യോഹന്നാൻ ഇപ്രകാരം ഉദ്ഘോഷിച്ചു, എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു, കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളികൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഇത് തുടർന്ന് പോവുകയാണ്. ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, അവനാണെങ്കിൽ അഗ്നി കൊണ്ടും പരിശുദ്ധാത്മാവിനെ കൊണ്ട് സ്നാനം നൽകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ തുടർന്ന് പോവുകയാണ്. എന്നാൽ ഈ ആദ്യത്തെ വാക്യം നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. വാക്യം ഇങ്ങനെയാണ്: എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു. എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു. ഇപ്പോൾ എന്നേക്കാൾ ശക്തനായവൻ, ഇതൊരു തിരിച്ചറിവാണ്. യഥാർത്ഥത്തിൽ സ്നാപക യോഹന്നാൻ പരിശുദ്ധാത്മാവിനാൽ പൂരിതനാണ്. പരിശുദ്ധാത്മാവ് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാണ് സ്നാപക യോഹന്നാൻ. അപ്പം ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള ആളുടെ തിരിച്ചറിവാണ് ശക്തനായവൻ, എന്നേക്കാൾ ശക്തനായവൻ. എന്നേക്കാൾ ശക്തനായവൻ എന്ന് പറയുമ്പോൾ ഞാൻ ബലഹീനനാണ്, എന്നെ രക്ഷിക്കാൻ കെൽപ്പുള്ള, ഇപ്പോൾ നമ്മൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന സമയത്ത് എന്നേക്കാൾ ശക്തനായവനെ എന്നെ രക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്നേക്കാൾ ശക്തനായവനെ എന്നെ താങ്ങി നിർത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. അങ്ങനെ സ്നാപകൻ പറയുന്നത്. നമ്മൾ ഓർക്കേണ്ടത്, മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ പരിശുദ്ധാത്മാവിനാൽ പൂരിതയായി പരിശുദ്ധ മറിയം പറയുന്നുണ്ട്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തനായവൻ, ഇതൊരു തിരിച്ചറിവാണ്. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉള്ളിൽ സ്വീകരിച്ച ഒരാൾക്ക് ഈശോയെ തന്നെ സഹായിക്കുന്ന ഒരു ബലവാനായി തിരിച്ചറിയാൻ സാധിക്കും. ബലവാനായവൻ പരിശുദ്ധൻ. നമ്മൾ ആ സീറോ മലബാർ ലിറ്ററേച്ചറിലൊക്കെ പാടുന്ന പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് പാടുന്ന പാട്ട് നമ്മൾ ഓർക്കണം. ബലവാനായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പാട്ട്. അപ്പോൾ ദൈവം ബലവാനാണ്, ശക്തനാണ്, എന്നേക്കാൾ ശക്തനാണ്, എന്നെ താങ്ങി നിർത്താൻ കെൽപ്പുള്ളവനാണ്. നമ്മുടെ ഓരോ വേദനകളിലും, ഓരോ പ്രശ്നങ്ങളിലും, ഓരോ പ്രതിസന്ധികളിലും, ഓരോ ബലഹീനതകളിലും നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്, ഞാൻ അശക്തനാണ്, എനിക്ക് പ്രശ്നത്തെ മറികടക്കാൻ സാധിക്കുന്നില്ല, എനിക്ക് രോഗത്തെ അതിജീവിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പ്രതിസന്ധിയെ സമ്പൂർണ്ണമായിട്ട് തോൽപ്പിച്ച് മുന്നേറാൻ പറ്റുന്നില്ല, എനിക്ക് ബുദ്ധിമുട്ടിന് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാം. ഇങ്ങനെ ഈ ഞാൻ ബലഹീനനായി അല്ലെങ്കിൽ നട്ടം തിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥ, മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിപരമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ ബലഹീനനാണ് ഞാൻ എന്ന് തിരിച്ചറിയുന്ന അവസ്ഥയിൽ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്, എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. അവൻ എന്നെ വഴി നടത്തും, അവൻ എന്നെ താങ്ങി നടത്തും, അവൻ എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കും. ഇതാണ് സ്നാപക യോഹന്നാൻ്റെ ഈ വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ ക്രിസ്തു എന്നോടൊപ്പം ഉണ്ടെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ള എന്നേക്കാൾ ശക്തനായവൻ. നമുക്ക് ആ ബലവാനായ ദൈവത്തിൽ, ബലവാനായ പരിശുദ്ധനായ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കാം. ആ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ.